ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 13 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയുടെ ഹൃദ്യമായ മറ്റൊരു വിവരണമാണ് ഈ വേദഭാഗം. അല്ലെങ്കിലും ഈ വേദഭാഗത്തിന് അപാരമായ സൗന്ദര്യമുണ്ടെന്ന് തോന്നാത്തവർ ഇനിയും ഒരാളും കാണില്ല എന്നാണ് തോന്നുന്നത്. അന്ന് 3-ാം ദിനമാണ്. 2 പേരുണ്ട്. അവർ ഒന്ന് ക്ലെയോപ്പാവാണ്. സംസാരിച്ചും തർക്കിച്ചും കൊണ്ട് എമ്മൗസിലുള്ള ഒരേ വീട്ടിലേക്ക് യാത്ര ചെയ്യുന്നവരാണവർ. അങ്ങനെ സംസാരിച്ച് തർക്കിച്ച് കൊണ്ടിരിക്കുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നടന്നു. വാക്യം 15. അവർക്ക് അവനൊരു അപരിചിതനെ പോലെ തോന്നി. ദൈവം അങ്ങനെയാണ്. മൂന്നാമനായി ഒരു അപരിചിതനെ പോലെ പ്രത്യക്ഷപ്പെടും. അഗ്നിച്ചൂളയിൽ 4-ാമനായി ദൈവം പ്രത്യക്ഷപ്പെടും. ഏതനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ നടക്കേണ്ടി വന്നാലും നമ്മോട് കൂടെ വരുന്ന, കൂടെ നടക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. പിന്നെ അവൻ അവരോടൊരു ചോദ്യമാണ്. വാക്യം 17. നിങ്ങൾ ഈ വാദിക്കുന്ന കാര്യം എന്ത് എന്ന്. ക്ലെയോപ്പാവിൻ്റെ ഉത്തരം ചോദ്യകർത്താവിനോടൊരു മറുചോദ്യം കൊണ്ടായിരുന്നു. യെരുശലേമിലെ എല്ലാവർക്കും അറിയാം, നീ മാത്രം അതറിയാതിരിക്കുന്നുവോ? എങ്കിലും ദൈവം മുമ്പാകെ മറുചോദ്യം ചോദിച്ചുകൊണ്ട് ആർക്കും നിൽക്കാനാവില്ലല്ലോ. ക്ലെയോപ്പാവ് പിന്നീട് ഉത്തരമായി താൻ അറിഞ്ഞ സംഭവത്തെ വിവരിക്കുകയാണ്. ക്ലെയോപ്പാവ് കേവലം അറിഞ്ഞതും കേട്ടതും വിവരിക്കുമ്പോൾ ഈ അറിവുകളെ അനുഭവിച്ചവനും സ്വന്തമാക്കിയവനുമായ യേശുവിൻ്റെ പ്രതികരണത്തിൻ്റെ വ്യത്യസ്തതയാണ് ഈ വേദഭാഗത്തെ അത്രമേൽ വ്യത്യസ്തമാക്കുന്നത്. പല രീതിയിൽ പ്രതികരിക്കാനൊക്കും. വേണമെങ്കിൽ താൻ യേശുവാണെന്ന് പെട്ടെന്ന് വെളിപ്പെടുത്തിയിട്ട് അവരുടെ ആ യാത്രയുടെ അർത്ഥമില്ലായ്മയെ ചൂണ്ടിക്കാണിച്ച് ഉടനെ തന്നെ യെരുശലേമിലേക്ക് അവരെ മടക്കി അയക്കാമായിരുന്നു. അല്ല, അവൻ അവർക്കും അനുഭവങ്ങളുടെ ഒരു കലവറ തന്നെ ഒരുക്കുകയായിരുന്നു. ഇത്തിരി കാലതാമസം കാര്യങ്ങൾക്ക് വരുന്നത് ഒത്തിരി നല്ലതാണ്. അത്രയ്ക്കും അറിവുകളെ അനുഭവമാക്കാനൊക്കും എന്നുള്ളതാണ് വസ്തുത. ഞങ്ങളോട് കൂടെ പാർക്ക, നേരം വൈകി അസ്തമിക്കാറായല്ലോ എന്ന് പറഞ്ഞവനെ നിർബന്ധിച്ചു. അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു. വാക്യം 29. അതിഥിയാകാനുള്ളതായിരുന്നു അവരുടെ ക്ഷണം. പക്ഷേ അവൻ ആതിഥേയനാകുകയായിരുന്നു. കർത്താവ് അങ്ങനെയാണ്. എവിടെ ചെന്ന് ചേർന്നാലും അതിഥിയാകുകയല്ല, ആതിഥേയനാകുന്ന പതിവാണ് വേദപുസ്തകത്തിൽ വൃത്താന്തം. പിന്നീട് കർത്താവാണ് കാര്യങ്ങളെ ഏറ്റെടുത്ത് കൈകാര്യം ചെയ്യുന്നത്. യേശുവിനെ ക്ഷണിക്കാനുള്ള കൃപ കിട്ടിയാൽ അത് അനുഗ്രഹമാണ്. പിന്നെ അവൻ വാഴ്ത്തും, അവൻ അനുഗ്രഹിക്കും, അവൻ നുറുക്കും, നിരാശ മാറ്റി ഉന്മേഷമുള്ളവരാക്കി മാറ്റുക തന്നെ ചെയ്യും എന്നത് ഈ വേദഭാഗത്തിൻ്റെ കാതലായ കാര്യമാണ്. യേശുവിനെ ഒരു വട്ടം കൂടെ ക്ഷണിക്കാം. അവൻ കാര്യങ്ങളെ ഏറ്റെടുക്കട്ടെ, അത് അനുഗ്രഹമായി ഭവിക്കും. ഉടനെ അവരുടെ കണ്ണ് തുറന്നു. അവർ അവനെ അറിഞ്ഞു. വാക്യം 31. ഈ വാക്യത്തിന് സമാനമായ ഒരു വാക്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്. ഉടനെ ഇരുവരുടെയും കണ്ണ് തുറന്നു, തങ്ങൾ നഗ്നരാണെന്ന് അവർ അറിഞ്ഞു. 4 പേരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ അതിൽ 2 പേർ പാപം മൂലം തങ്ങൾ നഗ്നരാണ് എന്നറിഞ്ഞപ്പോൾ, ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ
ഇതാ വേറെ 2 പേർക്ക് യേശുവിനെ കാണാനും അവനെ തിരിച്ചറിയാനും ഇടയാകുകയും ഉടനെ തന്നെ ദൈവാനുഭവത്തിലേക്ക് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകാനും അവർക്കിടയായി. അതെ, മടങ്ങി വരാനുള്ള സാധ്യത എല്ലാവർക്കും ഉണ്ടല്ലോ. ഇനിയും ആരെങ്കിലും മടങ്ങി വരാനുണ്ടെങ്കിൽ മടങ്ങി വരാനുള്ള മഹാക്ഷണം കൂടിയാണ് ഈ വേദഭാഗം. ആ 2 ആളും ഉന്മേഷത്തോടെ മടങ്ങിപ്പോയി. തങ്ങൾക്ക് കിട്ടിയ പ്രത്യക്ഷതയുടെ അനുഭവം വിവരിച്ചുകൊണ്ട് ശേഷകാലം ജീവിച്ചു. ആമേൻ.